ഹായ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഞങ്ങളുടെ സൊസൈറ്റിയിൽ ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു വീട്ടിൽ വരെ പോയിട്ട് വരുവാണ്. അവിടെ ഒരു വിശേഷമുണ്ട്. എന്തുവാണെന്ന് അറിയാമോ? പറയാം. വിശേഷം എന്താണെന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ കല്യാണം നടക്കാൻ പോവാണ്, അവരുടെ മോളുടെ. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ തൊട്ട് അയൽവാക്കമാണ്. അപ്പോൾ അവരുടെ ഇവിടുത്തെ കല്യാണം എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു കുറേ ദിവസം മുന്നേ തൊട്ടേ തുടങ്ങും. പിന്നെ ഹൽദി ഉണ്ടാവും, മെഹന്തി ഉണ്ടാവും, സംഗീത സന്ധ്യ, പിന്നെ അത് കഴിഞ്ഞിട്ട് എൻഗേജ്മെന്റ്, പിന്നെ കല്യാണം, അങ്ങനെ കുറേ ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ കല്യാണം. അപ്പൊ ഇന്നിപ്പോ അവിടെ പോയത് മഞ്ഞള് പൊടിക്കാനായിട്ട്, അതായത് ഹൽദി ഇങ്ങനെ പൊടിക്കാനായിട്ടാണ് പോയത്. അതും അവരുടെ ഒരു ഫംഗ്ഷൻ തന്നെയാണ്. അപ്പൊ ലേഡീസ് എല്ലാവരും കൂടെ ചേർന്നിരുന്നിട്ട് പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ ഹൽദി പൊടിക്കും. അപ്പൊ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് പോയതാണ്. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് ആ ഹൽദി അരയ്ക്കുന്നത്, ഇങ്ങനെ പണ്ടൊക്കെ ഉള്ള നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ കറക്കി കറക്കി അരയ്ക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, പണ്ടൊക്കെ ഉള്ള വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഹൽദി അരയ്ക്കുന്നതിൻ്റെ ഫംഗ്ഷനുണ്ട്. അങ്ങനെ കുറേ ഫംഗ്ഷനുണ്ട്. പിന്നെ വള ഇടുന്നതിൻ്റെ ഫംഗ്ഷനുണ്ട്. അപ്പം നമ്മളെല്ലാം ഇതെല്ലാം ലേഡീസ് എല്ലാം കൂടെ കൂടിയിട്ട് ഇരുന്ന് ചെയ്തതാണ്. അപ്പോൾ അതിനായിട്ട് ഹൽദിയുടെ ആ ഫംഗ്ഷന് വേണ്ടിയിട്ട് പോയതാണ്. പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളൊന്ന് കണ്ടിട്ട് വരൂ. കല്യാണം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഹൽദിയുടെ ഇതിലൂടെയാണ്, ഹൽദി പൊടിച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതൊന്ന് കണ്ടിട്ട് വരൂ. അപ്പോഴത്തേന് ഞാൻ കുറച്ച് അരി അടുപ്പത്തിട്ടെ. ചോറൊന്നും വെക്കാതെ പോയത്, ബാക്കിയുള്ള പണികളെല്ലാം കഴിഞ്ഞിട്ടാണ് പോയത്. 1 മണിയായി. എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ധനുഷിനെ വിളിക്കാനും പോകണം. അപ്പം ഞാൻ അരി അടുപ്പത്തിട്ടെ. അപ്പം നിങ്ങൾ കലച്ച് അതൊന്ന് കണ്ടിട്ട് വരും. എന്താ കണ്ടിട്ട് വരേണ്ടത്? മഞ്ഞൾ പൊടിക്കുന്നത്. അത് ഇവിടുത്തെ ഒരു ഫംഗ്ഷൻ തന്നെയാണ്. അത് കുറച്ച് ലേഡീസ് എല്ലാവരും കൂടിയിട്ട് ചെയ്യുന്ന, അതൊന്ന് കണ്ടിട്ട് വരും. അങ്ങനെ ഹൽദി നടക്കുന്ന വീട്ടിലെത്തി. അത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് അപ്പുറത്ത് തന്നെ ഉള്ളൊരു വീട്ടിൽ തന്നെയാണ്. ഞങ്ങൾ താമസിക്കുന്ന സൊസൈറ്റിയിൽ കുറച്ച് റോസസും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലാറ്റുമാണ്. അപ്പോൾ ഈ കല്യാണം നടക്കുന്ന റോസസിലൊരു വീട്ടിലാണ്. അപ്പം ഈ ഇരിക്കുന്നതാണ് പെൺകുട്ടി. അതായത് ഈ ലാവെൻഡർ കളറിലെ ഡ്രസ്സ് ഇട്ടിട്ടിരിക്കുന്നില്ലേ, അതാ പെൺകുട്ടി. അപ്പോൾ ആദ്യം ഈ മഞ്ഞൾ അരയ്ക്കാനുള്ള നമ്മുടെ അമ്മിയില്ലേ, അമ്മിക്കല്ല് ആണ് ആ പൂവിൻ്റെ നടുക്ക് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ ഇങ്ങനെ പൊടിക്കാനായിട്ടുള്ള ഇങ്ങനെ ഇടികല്ല് പോലെയുള്ള സാധനമില്ലേ, അതൊക്കെയാണ് വെച്ചേക്കുന്നത്. അതിനെല്ലാം ഇങ്ങനെ പൂജിക്കും. അതാണ് ആ പെങ്കൊച്ച് ചെയ്യുന്നത്. ഇതേ കണ്ടോ, പൊടിക്കാനുള്ള മഞ്ഞളാണ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ഹൽദി കുങ്കും, അതായത് മഞ്ഞളും കുങ്കുമവും ഇട്ടിട്ട് പൂജ ചെയ്യണം. ആ പെങ്കൊച്ച് കല്യാണ പെണ്ണാണ് ആ നിൽക്കുന്നത്. അതിന് ഹൽദിയും കുങ്കുമവും ഒക്കെ വെച്ചിട്ട് പൂജിക്കുവാണ്. അപ്പോൾ അങ്ങനെ പൂജിച്ചതിന് ശേഷമാണ് നമ്മൾ അതിനകത്തേക്ക് ഹൽദി, അതായത് മഞ്ഞളിട്ടിട്ട് പൊടിക്കുന്നത്. അപ്പോൾ നമ്മുടെ അവിടെ ഒന്നും ഇങ്ങനൊന്നുമില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എനിക്കറിയത്തില്ല. എന്തായാലും ഞങ്ങളുടെ ഏരിയയിലോട്ടൊന്നുമില്ല. ഞാൻ കൊല്ലക്കാരിയാണ്. അപ്പം ഞങ്ങളുടെ ഏരിയയിലോട്ടൊന്നും ഇങ്ങനെയുള്ള ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇല്ലയെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി പാലക്കാട് അങ്ങോട്ടുള്ള സ്ഥലത്തൊക്കെ ഉണ്ടോ എന്തോ അതെനിക്കറിയത്തില്ല. അപ്പോൾ പെങ്കൊച്ച് അവിടെ ഇരുന്നിട്ട് അതിനെ പൂജിക്കും. അത് കഴിഞ്ഞിട്ട് ആ ഹൽദി കുങ്കും നമ്മൾ എല്ലാവർക്കും ഇട്ട് തരും. അതിൻ്റെ സഹോദരൻ അവിടെ ഇരുന്നിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുമായിരുന്നു പെങ്കൊച്ചിനോട്, സാരി ഉടുക്കാഞ്ഞെന്താ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സാരി ഉടുത്തിട്ട് വേണം ഇരിക്കാനുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ദുപ്പട്ട എടുത്തിട്ട് തലയിലിടണം. ഇവരെന്ത് കാര്യം ചെയ്യാലും ദുപ്പട്ട തലയിലിട്ടിട്ട് ആണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കതെന്നുണ്ടെങ്കിലുണ്ടോ, ഇവർ പൂജയൊക്കെ ചെയ്യുമ്പോഴത്തേന് ഇങ്ങനെ സാരിയുടെ പല്ലുമൊക്കെ തലയിലിടും. ആ നിൽക്കുന്നതാണ് പെൺകുട്ടിയുടെ അമ്മ, ആ ബ്ലൂ സാരി ഉടുത്തിട്ട് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് നമുക്ക് അങ്ങനെ ഒരു ശീലമില്ലല്ലോ, ഇങ്ങനെ സാരിയുടെ പല്ലുമായാലും ഷാളിൻ്റെ ഇതൊക്കെ തലയിലിട്ടിട്ടുള്ള ശീലമൊന്നും നമുക്കില്ല. നമ്മളങ്ങനൊന്നും ഇടാതെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഉള്ളവരെല്ലാം ദുപ്പട്ടയായാലും ഇങ്ങനെ തലയിലിട്ടിട്ടേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ പെൺകൊച്ചിന് എല്ലാമൊന്നും എങ്ങനെ ചെയ്യണമെന്നും അറിയാൻ വയ്യായിരുന്നു. കൊച്ചു പിള്ളേരല്ലേ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അവർ പറഞ്ഞു കൊടുക്കുവാണ്, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. എന്നിട്ട് ഹൽദി, അതായത് മഞ്ഞൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഒക്കെ പൂജയോ എന്തൊക്കെയോ ചെയ്യുവാണ്. അങ്ങനെ എല്ലാവരും പറഞ്ഞു ദുപ്പട്ട എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ദുപ്പട്ട എടുത്തുകൊണ്ട് വന്നിട്ട് കണ്ടോ, അത് തലയിലിടുന്നുണ്ടോ, തലയിലിട്ടിട്ട് ആണ് ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യൻസ് എല്ലാം അങ്ങനെയാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരപ്പോഴേ ഇങ്ങനെ സാരിയുടെയോ അല്ലെങ്കിൽ പല്ലുവിൻ്റെയോ അറ്റം തലയിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് അല്ലേ. പക്ഷേ നമ്മൾ ഇവിടെ അങ്ങനെ ചെയ്യും. ഞാൻ പക്ഷേ അങ്ങനെ തലയിലൊന്നും ഇടത്തില്ല. എന്നാലും ഇവരിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് അവർ പറയും, പല്ലു എടുത്ത് അങ്ങോട്ടൊന്ന് മുന്നോട്ട് വെക്കാൻ പറയും. അങ്ങനെ ഒന്ന് ഇടും, അത്രയേ ഉള്ളൂ. അപ്പം ഹൽദിയൊക്കെ വെച്ചിട്ട് പൂജയൊക്കെ ചെയ്ത് ഇനി അവർ പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ പെങ്കൊച്ചിന് ആദ്യമേ ഹൽദി കുങ്കുമം ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ അവിടെ നിൽക്കുന്ന ലേഡീസിനെല്ലാം ഹൽദി കുങ്കുമം ഇട്ട് തരും നെറ്റിയിൽ.
എന്നിട്ട് മഞ്ഞൾ ആ കല്ലിനകത്ത് എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കും. ഇപ്പോൾ പൗഡർ ആക്കത്തില്ല, ഇപ്പോൾ പൊടിക്കുന്നതാണ്. എന്തോ എനിക്കറിയത്തില്ലേ എൻ്റെ ദൈവമേ, ഇവരുടെ ആചാരങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. ഇന്നിപ്പോൾ അതേ കണ്ടോ, എല്ലാവരുടെ വട്ടത്തിലിരുന്നിട്ട് ഇനി ആ മഞ്ഞൾ ആ അമ്മിയിലിട്ടിട്ട് പൊടിക്കണം. അതിന് പാട്ടൊക്കെ പാടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ പാട്ട് പാടാനായിട്ട് അവരില്ല, ഒത്തിരി പ്രായമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാട്ട് പാടിയിട്ട് ചെയ്യുന്നത്. എല്ലാവരും കൂടെ കൈ ഇങ്ങനെ അതിനകത്ത് പിടിക്കുവാണ്. എൻ്റെ കൂടെ അന്നേരം പറയുമായിരുന്നു, വാ വന്നിട്ട് ഇങ്ങനെ അതിനകത്തൊന്ന് പിടിക്കാൻ. അങ്ങനെ കൈ ഒന്ന് ദേ കണ്ട എൻ്റെ കൂടെ പറയുക. അങ്ങനെ ഞാനും അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അവർ പിടിച്ചിട്ട് ദേ കണ്ട എല്ലാവരോട് ഹൽദി പൊടിക്കുവാണ്. ഇങ്ങനെ ഹൽദി പൊടിക്കുമ്പോൾ മറാഠിയിലുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടാണ് പൊടിക്കുന്നത്. അപ്പോൾ മറാഠിയിൽ ഇവിടെ ഇപ്പോൾ പാട്ട് പാടാനായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് അവർ പാട്ട് വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും മനസ്സിലാവത്തില്ല, എന്നാലും ഇങ്ങനെ അവർ പാട്ട് പാടി എന്തൊക്കെയോ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ട് പൊടിക്കുക. ഇതെല്ലാം സ്ത്രീകൾ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇവിടെ പുരുഷന്മാരൊന്നും ഇല്ലാത്തത്. നമ്മളിങ്ങനെ മഞ്ഞൾ പൊടിച്ചുകൊണ്ടിരുന്നപ്പം തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു അമ്മൂമ്മ വന്ന്, ആ അമ്മൂമ്മ പറഞ്ഞ്, നിങ്ങൾ പാട്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരുന്നിട്ട് പെണ്ണുങ്ങളെല്ലാവരും കൂടെ എന്താ ചെയ്യുന്നത്, ഞാൻ പാട്ട് പാടിത്തരാമെന്നും പറഞ്ഞുകൊണ്ട് അമ്മൂമ്മ പാട്ട് പാടാൻ തുടങ്ങി. ഇനി നമുക്ക് അമ്മൂമ്മയുടെ പാട്ടൊന്ന് കേൾക്കാം. അപ്പൊ കണ്ടില്ലേ ഇവിടുത്തെ ഹൽദിയുടെ പ്രോഗ്രാം. ഇനി ഈ മഞ്ഞൾ നന്നായിട്ട് പിന്നെ ഉണക്കി ഇങ്ങനെ അരയ്ക്കാൻ തക്കോണമാക്കും. എന്നിട്ട് അത് അരച്ചെടുത്തിട്ടാണ് മഞ്ഞൾ തേക്കുന്നത്. നമ്മുടെ കല്യാണ പെണ്ണിനെയും ചെറുക്കൻ്റെയും ദേഹത്തൊക്കെ. നമ്മുടെ നാട്ടിലും ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതായത് ഇങ്ങനെ മഞ്ഞൾ തേപ്പും മൈലാഞ്ചി ഇടലും ഒക്കെ നമ്മുടെ നാട്ടിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? നമ്മുടെ നാട്ടിലും ഇല്ലേ ഇപ്പം ഇങ്ങനെയുള്ള മൈലാഞ്ചി ഇടലും ഇങ്ങനെയുള്ള മഞ്ഞളിൻ്റെ പ്രോഗ്രാമൊക്കെ. അപ്പോൾ ഇത് ഇന്ന് നടന്ന പ്രോഗ്രാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, ഇനിയിപ്പോൾ 2-3 ഫംഗ്ഷൻസ് അടുപ്പിച്ചുകൊണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ വീഡിയോ എടുത്തിട്ട് ഒരൊറ്റ വീഡിയോ ആക്കിയിടാം. അപ്പോൾ നമ്മുടെ ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ, അതായത് ഇവിടുത്തുകാരുടെ കല്യാണം എങ്ങനെയാണെന്നുള്ളത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പം കല്യാണത്തിൻ്റെ ഒരുക്കം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനി അടുത്ത കല്യാണത്തിൻ്റെത് എന്നാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ വേണോ അതോ ഈ വീഡിയോയിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്യണോ? ഈ വീഡിയോയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിപ്പിക്കാം. ഇനി അടുത്ത ദിവസത്തെ അതും ഈ വീഡിയോയിൽ തന്നെ ആയിരിക്കും. ഹായ്, ഇതിപ്പോൾ ഇന്നലത്തെ വ്ളോഗിൻ്റെ ബാക്കിയാണ്. ഇന്നലെ ഞാൻ ഒരു വീട്ടിലെ കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ പോയ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ ഇവിടെയൊക്കെ കല്യാണത്തിന് ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ ദിവസം കൊണ്ടേ കല്യാണം നടക്കുന്നതാണ്. അപ്പം ഇന്നിപ്പം കല്യാണ വീട്ടിൽ പോകണം. എനിക്ക് കല്യാണ വീട്ടിൽ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് പപ്പടം, വടി ഇതൊക്കെ ഉണ്ടാക്കുന്ന ദിവസം. ഇതൊക്കെ ഇവരുടെ ഒരു കൾച്ചറാണ്. എന്താണ് അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ എനിക്ക് അതിന് പോകണം. അതിന് പോകാനായിട്ട് ഞാൻ പെട്ടെന്ന് ചപ്പാത്തി ഉണ്ടാക്കുവാണ്. അപ്പം ചപ്പാത്തിയും ബാജിയും ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ പോകാമെന്ന് വിചാരിച്ച് കല്യാണ വീട്ടിൽ പോയിട്ട് അവർക്ക് പപ്പടം ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. പിന്നെ കുറച്ച് എന്തൊക്കെയോ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ. അപ്പം അതിന് പോകണം. അപ്പം അത് നിങ്ങളെയും കൂടെ ഞാൻ കാണിച്ചു തരാം, എന്താണ് ഇവിടുത്തെ കല്യാണത്തിന് മുന്നേ ഉള്ള ഒരുക്കങ്ങളെന്ന് കാണണ്ടേ. അപ്പം നമ്മുടെ നാട്ടിലില്ലാത്ത കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് പോയിട്ട് വരാം കല്യാണ വീട്ടിൽ. ഓക്കെ, ഇന്നലെ മഞ്ഞൾ പൊടിക്കുന്നതിൻ്റെ ഫംഗ്ഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് പപ്പടം ഉണ്ടാക്കുന്നതിൻ്റെ ഫംഗ്ഷനാണ്. പപ്പടം ഉണ്ടാക്കും, വടി ഉണ്ടാക്കുമെന്ന് പറയും. ഇങ്ങനെ പപ്പടം ഉണ്ടാക്കുന്നതിൻ്റെ മാവ് കുഴച്ച് വെച്ചിട്ട് അതിങ്ങനെ ചെറിയ ഉണ്ടയായിട്ട് ഇങ്ങനെ വെച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അത് വടിയായിട്ട് ഉണ്ടാക്കും. അത് ഇങ്ങനെ നമുക്ക് മാർക്കറ്റിലൊക്കെ മേടിക്കാനും കിട്ടും. അപ്പോൾ ഇവരുടെ എന്താണോ ഈ സമ്പ്രദായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇതിപ്പോൾ ദേ നോക്കൂ, ആദ്യമേ പപ്പടം ഉണ്ടാക്കാനായിട്ടുള്ള മാവ് കുഴച്ച് വെച്ചു. എന്നിട്ട് പരസ്പരം എല്ലാവരും ഹൽദി കുങ്കുമം ഇടുവാണ്. അതായത് പരസ്പരം എല്ലാവരും കൂടെ മഞ്ഞളും കുങ്കുമം നെറ്റിയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു മുറം, ഇവർക്ക് മുറമൊക്കെ വളരെ ഇതായിട്ടുള്ളത്, എന്ത് പൂജയായാലും ഇങ്ങനെ ഈ മുറമൊക്കെ വേണം.
കണ്ട അവരുടെ ആ ഒരു ടൈപ്പിലുള്ള മുറം ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിലും ചില സ്ഥലത്തൊക്കെ ഇങ്ങനെയുള്ള മുറമൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി ആ മുറം ഇങ്ങനെ ഭഗവാന്റെ വിട്ടൽ ഭഗവാൻ അവിടെ ഇരിക്കുന്നത്, വിട്ടൽ ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നു. ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ആദ്യം ഉണ്ടാക്കി വെക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പപ്പടം ഉണ്ടാക്കും. ഈ മാവ് വെച്ച് തന്നെ പപ്പടവും ഉണ്ടാക്കും, വടി ഉണ്ടാക്കും. വടിയെന്ന് പറയുന്ന പപ്പടത്തിൻ്റെ ഈ മാവ് തന്നെ കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കി എടുത്തിട്ട് ചെറിയ ചെറിയ ഇങ്ങനെ പ്ലേറ്റിനകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ഉണ്ടയായിട്ട് വെച്ച് വെള്ളത്ത് വെച്ച് ഉണക്കി, എന്നിട്ട് അത് ഫ്രൈ ചെയ്ത് കഴിക്കും. പിന്നെ കറികളിലും സബ്ജികളിലൊക്കെ ഇടുകയും ചെയ്യും. ഞാനിതൊന്നും മേടിക്കത്തില്ല കേട്ടോ, ഇതൊക്കെ ഇവിടുത്തെ ഡിഷസാണ്. അപ്പോൾ അത് ചെയ്യുവാണ്. ഇന്ന് കല്യാണ പെണ്ണിനെ കാണാം. ഈ ബ്ലൂ സാരി ഉടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ കല്യാണ പെണ്ണ്. അപ്പോൾ ആ പെങ്കൊച്ച് ഇന്നും അത് കണക്ക് തന്നെ ഭഗവാന് ആദ്യം ഹൽദി കുങ്കുമം ഇട്ട് കൊടുക്കുവാണ്. ഇന്ന് എന്തായാലും സാരിയൊക്കെ കൊടുത്തിട്ടായിരുന്നു. ഇന്നലെ എല്ലാവരും പറഞ്ഞു സാരി കൊടുത്തിട്ടാനുള്ള ഫംഗ്ഷനൊക്കെ, അതുകൊണ്ട് ഇന്ന് ആ പെങ്കൊച്ച് സാരി കൊടുത്തോണ്ടായിരിക്കുന്നത്. ഇന്ന് ലേഡീസിലും കുറച്ച് പേരൊക്കെ സാരിയാണ് കൊടുത്തത്. ഞാൻ എന്തായാലും ഇന്ന് സാരി കൊടുത്തില്ല, ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടാവുന്നത്, ചുരിദാർ ഇട്ടിട്ടാവുന്നത്. ഞാൻ വിചാരിച്ചു നാളെ എങ്ങനെ സാരി കൊടുക്കാം. സാരി കൊടുക്കാനൊക്കെ വലിയ പാടാന്നേ, എന്നാലും ഇവിടെ ഉള്ളവരെല്ലാവരും സാരിയൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് നാളെ ഇനിത്തെ ഫംഗ്ഷന് ഇനി സാരി കൊടുക്കണം. ഇതേ കണ്ട വടി ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ? അതായത് ചെറിയ ചെറിയ ഇങ്ങനെ ഉണ്ടയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കണം. ഇത് ഇവിടെ നിന്ന് ഒരു സെറ്റ് ആൾക്കാർ ഇവിടെ നിന്നുണ്ടാക്കുന്ന, ഒരു സെറ്റ് ആൾക്കാർ അവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞാനും അവരുടെ കൂട്ടത്തിൽ ഇരുന്ന് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വീഡിയോ എടുക്കാനായിട്ട് ഞാൻ എണീറ്റതാണ്. ഇങ്ങനെ ഇതുണ്ടാക്കി ഇങ്ങ് വെയിലത്തോട്ട് മാറ്റി വയ്ക്കും. ഇതിന് ഉണക്കും, നന്നായിട്ട് ഉണക്കിയിട്ട് ഫ്രൈ ചെയ്ത് എടുക്കും. കല്യാണത്തിന് മുന്നേ ഉണ്ടാക്കുന്നതാണ്. എനിക്ക് തോന്നുന്നുണ്ട് കല്യാണത്തിൻ്റെ സദ്യയുടെ ഒരുക്കത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. ആഹാരത്തിൻ്റെ, ഇവർക്ക് സദ്യ അല്ലല്ലോ, ഇവർക്കല്ലാത്ത ഭക്ഷണമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ കല്യാണ പെണ്ണ് തന്നെ ആണ് ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ ചെയ്തു. ഇതിൻ്റെയൊക്കെ പിന്നെ ഇവരുടെയൊക്കെ ആചാര അനുഷ്ഠാനങ്ങളാണ് ഗൈസ്. അതായത് ഓരോ സ്ഥലത്തും ഓരോരോ ആചാരങ്ങൾ. അങ്ങനെ അതെല്ലാവരും ഉണ്ടാക്കി തീർന്നിട്ട് ഇനി പപ്പടം ഉണ്ടാക്കാനായിട്ടൊക്കെ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുവാണ്. നമ്മൾ പപ്പടം പൊള്ളിച്ച് കഴിക്കുന്ന പപ്പടം ഇല്ലേ, അത് തന്നെ. അപ്പോൾ പപ്പടത്തിൻ്റെ മാവ് ഇവർ നേരത്തെ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കട്ടിക്കാണ് കുഴച്ച് വെച്ചേക്കുന്നത്. അതിനെ ഇനി ഇങ്ങനെ നമ്മുടെ അമ്മിക്കല്ലില്ലേ അതിനകത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇടിച്ച് ഇതിനെ ലൂസാക്കും, ഈ പിന്നെ പപ്പടത്തിൻ്റെ മാവിനെ. അതാണ് ഇവരെവിടെ ഇരുന്ന് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇനി ഞാനും അവരുടെ അടുക്ക തന്നെ ഇരുന്ന് ഇതിനെ ഇടിച്ച് ലൂസാക്കിയിട്ട് പിന്നെ പപ്പടം ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ നാട്ടിൽ നിന്നും ഇങ്ങനൊന്നുമുള്ള പപ്പടം ഉണ്ടാക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് പപ്പടം വരെ ഉണ്ടാക്കേണ്ടി വന്നു ഗൈസ്, പപ്പടം വരെ ഉണ്ടാക്കേണ്ടി വന്നു. അല്ല, നമുക്ക് ഓരോരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോരോ അറിവ് കിട്ടുമല്ലേ. ഇതേ നോക്കി, ഇതിപ്പോൾ പപ്പടം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ പറ്റി. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഉള്ളത് നമുക്ക് ചെയ്തും പഠിക്കാൻ പറ്റി. അപ്പോൾ ഇതിന് നന്നായിട്ട് ഇടിച്ച് ലൂസാക്കുവാണ്. എന്നിട്ട് ഒരു സെറ്റ് ആൾക്കാരിരുന്ന് പപ്പടം ഉണ്ടാക്കുന്നു. ഞാനും ഇരുന്ന് പപ്പടം ഉണ്ടാക്കുവാണ്. അതേ കണ്ട, നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇങ്ങനെ പരത്തി എടുക്കണം. പക്ഷേ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ അങ്ങനെ എന്താണെന്നൊക്കെയല്ല, കുറച്ചുകൂടെ നല്ല കട്ടി കുറച്ച് പരത്തിയെടുക്കണം. അപ്പോൾ എല്ലാവരും ഓരോന്നൊക്കെ ഇരുന്ന് പറഞ്ഞും പാട്ട് പാടിയും, ഇതിനും പാട്ട് പാടണം. ഇവിടെ ഇവർ എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങിയാലും പാട്ട് പാടിയേ പറ്റത്തുള്ളൂ. അത് മറാഠിയിലുള്ള പാട്ടാണ്. അപ്പോൾ പാട്ട് പാടുന്നുണ്ട്, പിന്നെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്, എന്നെ കളിയാക്കുക കേട്ടോ. കാരണം ഇവർക്ക് എല്ലാവർക്കും ഇതെല്ലാം ഉണ്ടാക്കിയുള്ള ശീലമുണ്ട്. എനിക്ക് മാത്രമേ ഉള്ളൂ ഇതൊന്നും ഉണ്ടാക്കി ശീലമില്ലാത്ത, ഇതിനെക്കുറിച്ച് അറിയാത്തത്. അപ്പോൾ അവർ എന്നോട് ഓരോന്നൊക്കെ പറയുമായിരുന്നു. ഇത് കണ്ട, ഇത് പപ്പടം ഉണ്ടാക്കി വെച്ചു. ഇനി പപ്പടം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ കല്യാണ പെണ്ണ് തന്നെയാണ് അവിടെ ഇരുന്ന് ഈ പപ്പടത്തിനകത്തെല്ലാം വരൻ്റെയും വധുവിൻ്റെയും പേരെഴുതും, സ്വസ്തിക്കൊക്കെ. അങ്ങനെ ആ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി തന്നെ ഇരുന്ന് പപ്പടത്തിൽ വരൻ്റെയും വധുവിൻ്റെയും വിവാഹ തീയതിയും ഒക്കെ എഴുതി വെക്കുവാണ്. ഞങ്ങളിവിടെ എല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് റൈസ് വെച്ചിട്ട് ഒരു 5 പ്ലേറ്റിൽ റൈസ് വെച്ചിട്ട് ഇതിനകത്തേക്ക് ഇനി കളറുകൾ മിക്സ് ചെയ്യും. ആദ്യം ഇതിനകത്തേക്ക് എല്ലാം ശുഭവിവാഹം, പിന്നെ സ്വസ്തിക്ക്, പിന്നെ വരൻ്റെയും വധുവിൻ്റെയൊക്കെ പേരൊക്കെ ഇങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം കൂടെ കളറുകൾ, അതായത് പല കളറുകൾ ഉപയോഗിച്ചിട്ട് ഈ വെള്ള അരിയെല്ലാം കളർഫുൾ അരിയാക്കി എടുക്കും. ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്നോ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നോ ഒന്നും എനിക്കറിയില്ല. അവർ കൂടി, ഞാനും അവരുടെ കൂട്ടത്തിൽ കൂടി അവരോട് ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഇവരിതെല്ലാം ചെയ്യുന്ന സമയത്ത് അവരുടേതായ രീതിയിലുള്ള മറാഠിയിലുള്ള പാട്ടുകൾ പാടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ചോദിച്ച് മനസ്സിലാക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുമായിരുന്നു.
പക്ഷേ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അങ്ങ് എണീറ്റ് പോവുകയും ചെയ്ത്, ഞാനങ്ങ് ചോദിക്കാൻ മറന്നു പോവുകയും ചെയ്ത്. അതുകൊണ്ട് ഈ ഒരു സംഭവം എന്തിനാണെന്ന് എനിക്കറിയാൻ വയ്യായിരുന്നു. പപ്പടം ഉണ്ടാക്കിയത് ഞാൻ ചോദിച്ചു. പപ്പടം ഉണ്ടാക്കുന്നത് നമ്മൾ വളരെ സുഭിക്ഷമായിട്ട്, അതായത് നമ്മൾ വളരെ സദ്യ സമയത്തൊക്കെ അല്ലേ പപ്പടമൊക്കെ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്നത്. അതേ കണക്ക് ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്ന വീട്ടിലും ഒരിക്കലും ഭക്ഷണത്തിനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത്. അത് കണക്ക് നല്ല സമൃദ്ധിയിലുള്ള എപ്പോഴും നല്ല സദ്യ കണക്കുള്ള ആഹാരം വീട്ടിൽ ഉണ്ടാവണം, അതായത് ഒരു കുറവും വരുത്തരുത് എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഈ പപ്പടം ഉണ്ടാക്കുന്നത്. ഈ പപ്പടം ഉണ്ടാക്കിയിട്ട് ഉണക്കി ഇതിനി കല്യാണം കഴിഞ്ഞിട്ട് പോകുമ്പം ഇത് വരൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഇവർ എൻ്റെ കൂടെ പറഞ്ഞത്. ഓരോരോ ഐതിഹ്യങ്ങൾ പണ്ട് തൊട്ടേ ഉള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയാണ്. പണ്ട് തൊട്ടേ ഉള്ളവർ ആചരിച്ച് വരുന്നു, അത് ഇപ്പോഴും ഫോളോ ചെയ്യുന്നു. പക്ഷേ നമ്മുടെ കല്യാണത്തിനൊന്നും ഇങ്ങനെയൊന്നുള്ള ഒരു പരിപാടിയില്ല അല്ലേ. കല്യാണത്തിൻ്റെ തലേന്ന് എന്തെങ്കിലും ഫംഗ്ഷൻ വയ്ക്കും. അല്ല, പണ്ടൊക്കെ, അതായത് എൻ്റെ കല്യാണ സമയത്തൊക്കെ അങ്ങനെയായിരുന്നു. കല്യാണം കഴിയും, നമ്മൾ പോവും, അങ്ങനെയുള്ളായിരുന്നു. അല്ലാതെ ഇങ്ങനെയുള്ള ഐതിഹ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുമോ അങ്ങനെയുള്ള ഒരു പരിപാടിയില്ലായിരുന്നു. ഇപ്പോഴല്ലേ പിന്നെ മെഹന്തി ആയാലും സംഗീത സന്ധ്യ ആയാലും അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷേ ഇവരൊക്കെ വളരെ ട്രഡീഷണലായിട്ട് കല്യാണത്തെ നോക്കി കാണുന്നവരാണ്. അതായത് മഹാരാഷ്ട്രൻ ആൾക്കാർ. ഇവർ പണ്ട് തൊട്ടേ എങ്ങനെയാണോ ആചരിച്ച് വരുന്നത് അതേ രീതിയിൽ തന്നെ ഇപ്പോഴും ചെയ്യും. കല്യാണത്തിന് 3-4 ദിവസങ്ങൾക്ക് മുന്നേ ഇങ്ങനെയുള്ള പരിപാടികൾ, പൂജ, ഇതെല്ലാം ചെയ്യും. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവരുടേത്. അത് നമുക്ക് പലതും മനസ്സിലാവത്തില്ല. എന്നെ എല്ലാവരും വിളിക്കും. അതായത് നമ്മുടെ ഇപ്പോൾ വീട്ടിനടുത്ത വീട്ടിലെ കല്യാണമാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലേഡീസ് എല്ലാവരും കൂടെ കൂടിയിരുന്നിട്ടാണ് ചെയ്യുന്നത്. കണ്ടോ, ഞാനും അവരുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. 5 ലേഡീസ് കൂടി, അതായത് ഒറ്റ സംഖ്യയിൽ വരുന്ന ലേഡീസ് കൂടി വേണം ഇതെല്ലാം ചെയ്യുന്നത്. അത് കണക്ക് കല്യാണം കഴിച്ച് ഭർത്താവുള്ള സ്ത്രീകളാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ എന്നെ വിളിക്കുമ്പോഴത്തേനും ഞാനും അവരുടെ കൂടെ പോയി ഒന്ന് ചെയ്യും. പക്ഷേ ഇതെന്തിനാണ് ചെയ്യുന്നത്, ഏതിനാണ് ചെയ്യുന്നതെന്ന് വലിയ ഐഡിയ ഇല്ല. അപ്പം നമ്മളിപ്പോൾ നോക്കൂ, എല്ലാവരും കൂടെ ആ കളറ് മിക്സ് ചെയ്യുവാണ് അരിയിലേക്ക് ഇട്ടിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തെങ്കിലുമൊക്കെ ഐതിഹ്യങ്ങൾ കാണും അവരുടെ ഇടയിൽ, പണ്ട് തൊട്ടേയുള്ള ആചാരങ്ങളായിരിക്കും. അപ്പോൾ ഇനി ഞാൻ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ചോദിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ഇങ്ങനെ അരി ഇങ്ങനെ വാരിയിടുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാരിയിടുന്നത്. അല്ലാതെ ഇങ്ങനെ അരി വാരിയിടുന്നതിന് വലിയ ഐതിഹ്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി ഈ മഞ്ഞൾ അരയ്ക്കുക. നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മേടിച്ചിട്ട് തേക്കും അല്ലേ. പക്ഷേ ഇവരങ്ങനെയല്ല. ആ മഞ്ഞളിനെ വീട്ടിൽ മേടിച്ച് അതിനെ മഞ്ഞൾ പുഴുങ്ങി അതിനെ ഉണക്കി അതിനെ പൊടിച്ച് എടുക്കും. അതായത് ഇതെല്ലാ കാര്യങ്ങളും വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. നമ്മളങ്ങനെ ചെയ്യില്ലല്ലോ. അതാണ് കാരണം നമ്മുടെ ഇത് കല്യാണത്തിലൊന്നും ഈ മഞ്ഞൾ തേക്കുന്ന പരിപാടിയൊന്നും ഇല്ല. ഉണ്ടോ? ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ അതൊക്കെ ഒരു നോർത്ത് ഇന്ത്യൻ ആൾക്കാരെയൊക്കെ അനുകരിച്ച് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ കേരള തനിമയിലുള്ള കല്യാണങ്ങൾക്കൊക്കെ അങ്ങനെ മഞ്ഞൾ തേക്കുന്നതൊക്കെ ഉണ്ടോ? പണ്ടൊക്കെ മഞ്ഞൾ തേച്ചുള്ള കുളി അതൊക്കെ ഉണ്ട്. അതല്ല, ഈ കല്യാണത്തിൻ്റെ തലേന്ന് ചെക്കനും പെണ്ണനും ഒക്കെ ഈ മഞ്ഞൾ ദേഹത്ത് തേച്ച് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടോ? ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്കിതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല. എല്ലാം അങ്ങനെ കളർഫുള്ളാക്കി അരിയെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഈ അരി ഉണക്കും, നന്നായിട്ട് ഉണക്കിയെടുക്കും. അതിനായിട്ട് എല്ലാവരും ഇരുന്ന് എന്തൊക്കെയോ പറയുന്നു, പാട്ട് പാടുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുവാണ്. ഇനിയിപ്പം നമുക്ക് ഇതെല്ലാം വെച്ചിട്ട് ഈ പെൺകുട്ടിയെ വെച്ചിട്ട് ഫോട്ടോ എടുക്കും. അതായത് ഈ അരിയെല്ലാം ഇങ്ങനെ നിരത്തി വെച്ച് നല്ല കളർഫുള്ളായില്ലേ, നല്ല ഭംഗിയില്ലേ. ഇത് കണ്ടോ, പപ്പടത്തിൽ പേര് എഴുതിയേക്കുന്നുണ്ടോ. ആ പെങ്കൊച്ചിൻ്റെ പേര് തേജൽ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആ പെങ്കൊച്ചിൻ്റെ പേരതിനകത്ത് എഴുതിയേക്കുന്നത്. അങ്ങനെ ഈ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വടാപ്പാവ് കഴിച്ചുകൊണ്ട് നമ്മളങ്ങനെ വടാപ്പാവ് കഴിക്കുവാണ്. അപ്പോൾ പെൺകുട്ടി ഫോട്ടോ സെഷൻ ചെയ്യുവാണ്. ആ അരി, കളർഫുൾ അരി കാണാനായിട്ട് എന്ത് ഭംഗിയുണ്ടല്ലേ. നോക്കിയാണ് ആ പെൺകുട്ടിയുടെ മുന്നിലിരിക്കുന്നത്. ആ ഒരു ഭഗവാന്റെ മൂർത്തി വെച്ചേക്കുന്നത് കണ്ടോ, അത് വിട്ടൽ ഭഗവാന്റെ മൂർത്തിയാണ്. ഇവരെന്ത് ശുഭകാര്യം തുടങ്ങുന്നതിന് മുന്നേ ഭഗവാനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതാണ് കല്യാണം കഴിക്കുന്ന പെൺകുട്ടി. ഹായ്. ഇപ്പം ഞാൻ കല്യാണ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ട് വീണ്ടും അടുക്കളയിലാണ്. ധനുഷിനെ വിളിക്കാൻ പോകാറായി. അപ്പം ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട് ഇന്ന് പപ്പടം ഉണ്ടാക്കുന്നതായിരുന്നു. പിന്നെ കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഇന്ന്. നാളെ ഇനിയുണ്ട്. നാളെ ഇനി ഇങ്ങനെ കുപ്പി വളകൾ എല്ലാവരുടെയും നമ്മൾ ചിലപ്പോൾ നമ്മുടെയൊക്കെ കയ്യിലിട്ട് തരും. പിന്നെ കല്യാണം നടക്കുന്ന ആ പെൺകൊച്ചിൻ്റെ കയ്യിലിടും. അങ്ങനെയൊക്കെ ഉള്ള ദിവസമാണ് നാളെ. അപ്പം നാളെയും പോകണം. അപ്പോൾ ഈ കല്യാണം ഈ മാസം അവസാനം, കല്യാണം, മെഹന്തി, ഹൽദി, സംഗീത്, അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ്. അപ്പം ഞാൻ അവിടെ പോയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇന്നത്തെയും കൂടെ ഉള്ള ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ കല്യാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പം സ്റ്റാർട്ടിങ് തൊട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു പെങ്കൊച്ചിൻ്റെ വീട്ടിലെയാണ് ഞാൻ കാണിക്കുന്നത്. ചെറുക്കൻ്റെ വീട്ടിലെ ഒരുക്കങ്ങളൊക്കെ വേറെ രീതിയിലാണ്.
അപ്പോൾ പെങ്കൊച്ചിൻ്റെ വീട്ടിലെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണിച്ചത്. അപ്പോൾ നമുക്ക് നാളെ തൊട്ട് വേറൊരു വീഡിയോ എടുക്കാം. അല്ലാതെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം കൂടെ ഒരൊറ്റ വീഡിയോയിൽ എടുത്തു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് വലുതായിപ്പോൾ. അപ്പോൾ നമുക്ക് ഇന്നലത്തെയും കൂടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് നാളെ കാണാൻ മറ്റൊരു വീഡിയോയുമായി, അല്ലെങ്കിൽ അടുത്ത ദിവസം കാണാൻ മറ്റൊരു വീഡിയോയുമായി. അതുപോലെ എല്ലാവർക്കും